അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളിയായിട്ടുള്ള ബീഫിൻ്റെ റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. അതും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ 10 മിനിറ്റേ വേണ്ടൂ. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ ഇപ്പം തന്നെ ഒരു ലൈക്കും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഇതാ നമ്മൾ ഈ ബീഫിൻ്റെ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 2 സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ 2 മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. സവാള ഒരു വലുതും ഒരു ചെറുതും എടുത്തത്. അതുപോലെ തന്നെ ഇതുപോലത്തെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. 3 അല്ല 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് വേണമെങ്കിൽ 2 പച്ചമുളക് ചേർക്കട്ടെ. പക്ഷെ ഞാൻ ചേർക്കുന്നില്ല, കുട്ടികളൊക്കെ ഉണ്ടാവുകൊണ്ട് തന്നെ എരിവ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇതാ തക്കാളിയൊക്കെ ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഇത്ര വലിയ ചെറിയ കട്ട് ചെയ്യണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് എടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ സവാളയും തക്കാളിയും ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു മിക്സീൻ്റെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് എല്ലാം മുഴുവനായിട്ടും ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് നല്ലപോലെ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക വേണ്ടത്. നല്ലപോലെ അരഞ്ഞോട്ടെ, നല്ലപോലെ അരച്ച് പേസ്റ്റ് പോലെ ആക്കിക്കോട്ടെ. ഞാനത് മുഴുവനായിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലപോലെ പേസ്റ്റാക്കി എടുക്കട്ടെ. ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് ബീഫ് എടുത്തിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം. ഇതിലേക്ക് എല്ലും നെയ്യും എല്ലാം ചേർന്നിട്ടുള്ള ബീഫാട്ടെ. ഇത് വെറും പീസ് മാത്രമല്ല, മൊത്തമായിട്ട് ഉള്ളതാണ്. അപ്പോൾ നിങ്ങളും എടുക്കുമ്പോൾ അതുപോലത്തെ എടുക്കട്ടെ. അപ്പോൾ ഞാനിതാ നമ്മുടെ മസാല നല്ലപോലെ അരച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു കുക്കർ എടുക്കുക. സാധാ പ്രഷർ കുക്കർ ഉണ്ടല്ലോ, അതെടുക്കുക. അതിലേക്ക് ഇത് നമ്മളെ ബീഫ് ഇട്ട് കൊടുക്കട്ടെ. അതിൻ്റെ മേലേക്ക് തന്നെ നമ്മൾ അരച്ച് വെച്ച മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 1/2 കിലോ ബീഫ് ഉണ്ടാവും കേട്ടോ. 1/2 കിലോ ബീഫിൻ്റെ കണക്കിന് ഞാൻ മസാലയൊക്കെ പറഞ്ഞത്. 1/2 കിലോ ബീഫാണെങ്കിൽ ഇതേ ഒരു രീതിക്ക് എടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ ടീസ്പൂൺ തന്നെ ബീഫ് മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതാ ഒരു 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാല ഇട്ട് കൊടുക്കട്ടെ. നമ്മളെ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന ഗരം മസാല ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലോ അതുപോലെ തന്നെ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കട്ടെ. വെളിച്ചെണ്ണ ഞങ്ങൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് അതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. കൈ വെച്ചിട്ട് തിരുമ്മി എടുക്കലായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ സ്പൂൺ വെച്ചിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ നല്ലപോലെ കൈ വെച്ചിട്ട് തന്നെ തിരുമ്മിയിട്ട് എടുക്കാം. ഇനിയിപ്പോൾ നമുക്കുണ്ടല്ലോ, ഇത് ഒരു തുള്ളി വെള്ളം കൂടി ഒഴിക്കാണ്ട് നല്ലപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. കുക്കറിലായതുകൊണ്ട് തന്നെ ഒരു 5-6 വിസിൽ വരുമ്പോൾ തന്നെ നല്ലപോലെ പിന്നെ ബീഫൊക്കെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ബീഫ് ഒരു 6 വിസിലാകുമ്പോൾ തുറന്ന് നോക്കുക. എന്നിട്ട് വന്നിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു 2-3 വിസിലും കൂടി അടുപ്പിക്കട്ടെ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒരു 6 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ബീഫൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് താളിച്ചെടുക്കുക വേണ്ടത്. അതുപോലെ തന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ചെറിയുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയത് കേട്ടോ. ഒരു 5-6 ചെറിയുള്ളി ഉണ്ടാവും. അത് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ട് അതിട്ട് കൊടുക്കട്ടെ. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഫ്രൈ ആക്കി എടുക്കാന്ന് വെച്ചാൽ കരിഞ്ഞു പോവർ നല്ലപോലെ ഒന്ന് പൊരിഞ്ഞ് കിട്ടുക വേണ്ട കേട്ടോ. ഇനി അതിലേക്ക് ഇതാ കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കട്ടെ. തേങ്ങാക്കൊത്തൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഞാൻ ഇതാ ഇത്ര മാത്രമായിട്ടാണ് ചേർത്തത്. ഒരു 2-3 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ അതൊന്ന് മൂത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യട്ടെ നമുക്ക്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കട്ടെ. കറിവേപ്പില ഇട്ട് ലാസ്റ്റ് ഇട്ടാൽ മതി. കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ ഇടുമ്പോണ്ടല്ലോ നല്ലപോലെ ക്രിസ്പി ആയിപ്പോവും. അപ്പോൾ പിന്നെ പൊടിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കട്ടെ. കറിവേപ്പില ഇട്ട് ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ആ കറിവേപ്പിലേൻ്റെ ഒക്കെ സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച് ബീഫ് ഉണ്ടല്ലോ, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കട്ടെ. ഇപ്പം തന്നെ നമ്മളെ ബീഫ് മസാലേൻ്റെ റെസിപ്പി ഏകദേശം ഇവിടെ കഴിഞ്ഞ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് ഗ്രേവി ആക്കി എടുക്കണമെങ്കിലുണ്ടല്ലോ ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ ഒന്നും കൂടി നല്ല പോലെ ഒന്ന് പിന്നെ ഇതുപോലെ കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കുക. നല്ലപോലെ വരട്ടിയെടുക്കുക കേട്ടോ. വരട്ടിയെടുക്കുക വെച്ചാൽ നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കാം. നല്ലപോലെ മസാലയൊക്കെ ഇതിൽ ഒട്ടി പിടിച്ചിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ വീണ്ടും കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കട്ടെ. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കട്ടെ. മല്ലിയില കുറച്ചിട്ടാൽ മതി, അധികം മല്ലിയിലേൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കട്ടെ. നമ്മളെ ബീഫ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ നല്ലപോലെ ഡ്രൈ ആക്കിയില്ല, എന്നാൽ
തീരെ ഭയങ്കര ഗ്രേവിയോ ആക്കിയില്ല കേട്ടോ. ഈ ഒരു രീതിക്കാണ് ഞാനിപ്പോൾ എടുത്തത്. അപ്പോൾ നമ്മളെ ബീഫ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാം, നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ഒറോട്ടി, അതുപോലെ തന്നെ വെള്ളാപ്പം, ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനായിട്ട് പോകുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് ഇത്. അപ്പോൾ ഇതുവരെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാത്ത ആൾക്കാർ അങ്ങ് ട്രൈ ചെയ്ത് കേട്ടോ. ഇത് ഞാൻ 1-2 പ്രാവശ്യം ഷോർട്സിലും അതുപോലെ തന്നെ എൻ്റെ വീഡിയോയിലൊക്കെ കാണിച്ചതാണ്. പക്ഷേ എങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതുപോലുള്ള റെസിപ്പി ഞാൻ ആദ്യമായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ട് വരുന്നവരെ താങ്ക് യു സോ മച്ച്. ബൈ.